منه يرى شيئا سوى الخير ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان الثمر يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സഹോദരന്മാർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രംഗത്ത് പണ്ഡിതോചിതമായി ദശകങ്ങൾ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മർഹൂം മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് അവറുകളുടെ സ്മാരകമായി മുജമ്മഉ ഇഖാമത്ത് സുന്ന ദഅവ ആൻഡ് ശരീഅത്ത് കോളേജ് ഇവിടെ സ്ഥാപിക്കപ്പെടുകയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അല്ലാഹു തആല മഹാനായ ഉസ്താദ് അവറുകളുടെ കൂടെ നമുക്കും നമ്മുടെ സഹകാരികൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അത് വഴിയൊരുക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകളാണ് നാം. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്തിന്റെ വെളിച്ചമാണ്, സന്മാർഗമാണ്. അല്ലാഹു നമ്മെ മുസ്ലിമീങ്ങളാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി സമ്മ അൽഹംദുലില്ലാഹ്. അമേരിക്കയുടെ പ്രസിഡന്റിനും റഷ്യയുടെ പ്രധാനമന്ത്രിക്കും ബ്രിട്ടന്റെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ഇന്നുവരെയുള്ള പ്രധാനമന്ത്രിമാർക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് നൽകിയ ഈമാനിന്റെ വെളിച്ചം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രം അല്ലാഹു വഴിതിരിക്കുന്നതാണ് ഈമാനിന്റെ വെളിച്ചം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമാക്കി. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ എല്ലാവരെയും ഈമാൻ സലാമത്താക്കി നീ മരിപ്പിക്കണം റഹ്മാനെ. മരിക്കുന്നതുവരെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തും തഖ്വയും നൽകണം റഹ്മാനെ. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു. നിങ്ങളിൽ ഖൈറായ വ്യക്തിയാണ് അല്ലെങ്കിൽ ഖൈറായ വ്യക്തി മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ദീർഘ ആയുസ് ലഭിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടി ടൈം കൂടുതൽ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ, ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുക. നമ്മളെല്ലാം ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ഉപരിയായി ആവശ്യം അറിവാണ്. അറിവില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രവർത്തിച്ചാൽ അത് പരിപൂർണമാവുകയില്ല, ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അറിവ് ഉണ്ടാകണം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. ഇൽമു എന്ന് പറയുന്നത് പഠിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമായി ഉണ്ടാകണം. പഠിക്കുന്ന ആളുകൾ പരിശ്രമിക്കുകയും വേണം. ഇപ്പോൾ ഒരു ആഖിർ സമാനിലാണ് നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്.
ദർസ് തുടങ്ങി ഒരാഴ്ചയായി, 10 ദിവസമായി പല സ്ഥലത്തും മുതഅല്ലിമീങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. അവർക്ക് വലിയ തിരക്കാണ്. മുദരിസന്മാർക്ക് തിരക്ക് കുറവാണ്. മുതഅല്ലിമീങ്ങൾ പലരും ദർസ് തുടങ്ങിയിട്ട് ദർസിൽ എത്തിച്ചേർന്നിട്ടില്ല. കാരണം അവർക്ക് വലിയ ബിസിയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുതഅല്ലിമീങ്ങളൊക്കെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും എന്ന് തന്നെ പറയാം, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണാണ്. സമയം ഏകദേശവും ഈ ഫോണിൽ ഇങ്ങനെ തെറ്റിക്കറങ്ങി പോവുകയാണ്. പഴയ കാലത്ത് ആലിമീങ്ങളെ കയ്യിൽ എപ്പോഴും കിതാബാണ്. അവർ എപ്പോഴും അവരുടെ ശ്രദ്ധ കിതാബിലാണ്. അവർ കിതാബുകൾ മനഃപ്പാഠമാക്കലാണ്. അതുപോലെ തന്നെ ഓതിയത് ആവർത്തിച്ച് 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 ഓതിക്കൊണ്ടിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്ത് വെച്ച് അവരോടൊരു മസ്അല ചോദിച്ചാലും അവർക്ക് പറയാൻ സാധിക്കും. പറയൽ ചിലപ്പോ ഇപ്പോഴും പറയും, പക്ഷെ പറഞ്ഞതധികവും തെറ്റായി. അവര് പറഞ്ഞതൊക്കെ ശരിയായി. അങ്ങനെ ശരിയായ നിലക്കുള്ള മറുപടി പറയാനും ശരിയായ നിലക്ക് സമൂഹത്തെ നയിക്കാനും നമ്മുടെ പൂർവികമാരായ പണ്ഡിതന്മാർക്ക് സാധിച്ചു. അല്ലാഹു തആല അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകണം. ഇൽമിൽ തന്നെ ക്രോഡീകരിക്കണം, കേന്ദ്രീകരിക്കണം. ഇൽമിനേക്കാൾ മുന്തിയ ഒരു വസ്തുവും വേറെ ഇല്ല. ലോകത്ത് ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ട്, ധാരാളം പണക്കാരുണ്ട്, ധാരാളം അധികാരികൾ ഉണ്ട്. പക്ഷേ അതെല്ലാം അല്ലാഹു ഏത് തോന്നിവാസിക്കും കൊടുക്കുന്ന സ്വത്താണ്. അധികാരം വലിയ വലിയ തോന്നിവാസികൾക്ക്, അക്രമികൾക്ക് വലിയ അധികാരം അല്ലാഹു നൽകി എന്ന് വരും. പണം എന്നത് വളരെ ദുഷ്ടന്മാരായ ആളുകൾക്ക് അല്ലാഹു കൊടുത്തു എന്ന് വരും. ശാസ്ത്രജ്ഞനാകാൻ മുത്തഖിയും മുഅ്മിനും ആകേണ്ടതില്ല. ഏതൊരു മനുഷ്യനാവർക്കും അല്ലാഹു തആല കൊടുക്കുന്നതാണ്. കാരണം അതിന് അല്ലാഹുവിൽ വിലയില്ല. അതേ സമയത്ത് മൻയുരിദില്ലാഹു ബിഹി ഖൈറൻ യഫഖിഹുഹു ഫിദ്ദീൻ, ദീനിലുള്ള അറിവ് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചവർക്ക് മാത്രം അല്ലാഹു തആല നൽകുന്നതാണ് ദീനിലുള്ള അറിവ്, ഇസ്ലാം ദീനിന്റെ അറിവ്. ആ അറിവ് അത് ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത് അമ്പിയാക്കളാണ്, പ്രവാചകന്മാരാണ്. അവർ അവരുടെ ജീവിതത്തിൽ ഒരു കറയും പുരളാത്ത ജീവിതം നയിച്ചു. അവർ അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അവര് മറ്റു വിഷയങ്ങളൊന്നും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം പ്രവാചകന്മാർക്കും ഭരണം ഇല്ല. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഇറാഖിലായിരുന്നാലും ഈജിപ്തിലായിരുന്നാലും സിറിയയിലായിരുന്നാലും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും ഓരോരുത്തരും അധികാരത്തിന് വേണ്ടി ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ മരിച്ചു വീഴുന്നതിനൊരു വേദനയുമില്ലാതെ പ്രവർത്തിക്കുകയാണ്. അധികാരമാണ് എല്ലാവർക്കും ആവശ്യം. പക്ഷേ ഈ അധികാരത്തിന് വേണ്ടി എത്രയോ ആളുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ, എത്രയോ ചെറിയ ചെറിയ പിഞ്ചുമക്കൾ രാസായുധം മുഖേന മരണമടയുമ്പോൾ, എത്രയോ സ്ത്രീ പുരുഷന്മാരും മരിച്ചു വീഴുമ്പോൾ അതിലൊന്നും പ്രയാസം ഇല്ല. പിന്നെയും ചിന്ത ഭരണം എനിക്ക് കിട്ടുമോ ഇല്ലേ എന്നതാണ്. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര ലക്ഷത്തിലധികം അമ്പിയാക്കളെ അല്ലാഹു അയച്ചിട്ടുണ്ട്. അവരിൽ എത്ര പേർക്കാണ് അല്ലാഹു തആല അധികാരം കൊടുത്തത്? അധികാരം വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ പ്രാമുഖ്യം തന്നെ അങ്ങനെയാണ്. ഇന്ന് രാവിലെ ഞാൻ കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ ദഅവാ കോളേജിലെ കുട്ടികൾക്കും ശരീഅത്ത് കോളേജിലെ കുട്ടികൾക്കും സഹീഹുൽ ബുഖാരി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഓതിക്കൊടുത്തിട്ടുണ്ട്. ബാബു ബദുൽ വഹി കൈഫ കാന ബദുൽ വഹി എന്ന് പറഞ്ഞുകൊണ്ട് വഹീന്റെ ആരംഭം പറയുന്ന ബുഖാരിയിലെ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഹദീസ്, 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഹദീസ്. ആ ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹിറഖുൽ രാജാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ എതിർപക്ഷത്തുണ്ടായിരുന്ന കാലത്ത്, കഠിനമായ വിരോധിയായിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെട്ട സന്ദർഭത്തിൽ ഈലിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഹിറഖുൽ രാജാവും അവന്റെ പ്രമുഖരായ അനുയായികളും നിൽക്കുമ്പോൾ അബൂ സുഫിയാനും കൂട്ടരും ഫീ റക്ബിൻ മിൻ ഖുറൈശികളിലുള്ള ഒരു വാഹന സംഘത്തിലായി അവിടെ ഷാമിൽ സിറിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു.
അവരെ വിളിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഹിറഖൽ രാജാവ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ നബിയാണെന്ന് വാദിക്കുന്ന മുഹമ്മദുമായി കൂടുതൽ ബന്ധമുള്ള ആള് ആരാണെന്ന് അന്വേഷിക്കുകയും അത് ഞാനാണ് എന്ന് ഖുറൈശി തറവാട്ടുകാരനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അന്ന് റളിയല്ലാഹു അൻഹു പറയാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല. ഇപ്പൊ നമ്മൾ റളിയല്ലാഹു അൻഹു പറയണം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് കഠിന വിരോധിയായിരുന്നു. ആ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ് ഞാനാണ് ആ മുഹമ്മദ് നബിയുമായി ഏറ്റവും ബന്ധമുള്ള ആള്, നബി എന്ന് വാദിക്കുന്ന വ്യക്തിയുമായി ഏറ്റവും ബന്ധമുള്ള ആള് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മുന്നിലിരുത്തി ബാക്കിയുള്ള അനുയായികളെ മുഴുവനും ബേക്കിലിരുത്തിയിട്ട് ഇയാൾ എന്നോട് വല്ല കളവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, ഇയാൾ പറയുന്ന കളവാണ് എന്ന് പറയണം എന്ന് പറഞ്ഞ് മുന്നിലിരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞു, ഞാനെങ്ങാനും കളവ് പറഞ്ഞാൽ ബേക്കിലുള്ളവര് ഞാൻ പറഞ്ഞ കളവാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് വഷളാക്കുമെന്ന് പേടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും മുഹമ്മദ് നബിയെ കുറിച്ച് കള്ളത്തരം പറയുന്നു. കാരണം അത്ര പേർപ്പാണ്. പക്ഷെ ഞാൻ പറയാതിരുന്നത് അവര് ഞാൻ പറഞ്ഞ കളവാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ സദസ്സിൽ വഷളാണെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇരിക്കട്ടെ, അബൂ സുഫിയാനിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു ചോദ്യമാണ് കൈഫ നസബുഹു ഫീകും, ആ നബിയാണെന്ന് വാദിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ തറവാട് എങ്ങനെയുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ? വളരെ ഉന്നതമായ തറവാട്ടിലാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്രകാരം തന്നെ പ്രവാചകന്മാര് മുർസലീങ്ങൾ അവരുടെ രാജ്യത്തുള്ള ജനങ്ങളിൽ ഏറ്റവും ഉന്നത തറവാട്ടിലാണ് അവരെ നിയോഗിക്കപ്പെടുക, അവര് ഉണ്ടാവുക എന്ന് ഹിറഖൽ രാജാവ് അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ചോദ്യമാണ് ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ. ഈ ഇസ്ലാമിന്റെ വാചകം, ഇസ്ലാമിന്റെ ആശയം, ഞാൻ റസൂലാണെന്ന് പറയുന്ന ഈ ആശയം, അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം നിങ്ങളിൽ ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ. അന്ന് എപ്പോഴെങ്കിലും അദ്ദേഹം ജീവിതത്തിൽ ഒരു കളവ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. അല്ലല്ല, അദ്ദേഹത്തിന്റെ 40ഓളം കൊല്ലത്തെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ അദ്ദേഹം ഒരു കളവ് പറയുമെന്ന് തോന്നിയിട്ടില്ല എന്നാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുപക്ഷത്തായിരുന്ന കാലത്ത് തന്നെയുള്ള മറുപടി. ഞാൻ സാധാരണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം എന്ന് പറയാറില്ല. ഞാൻ അബൂ സുഫിയാന്റെ വാചകം എടുത്ത് ധരിച്ചപ്പോൾ ആ വാചകം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടുന്ന് എന്നല്ലാതെ അദ്ദേഹം എന്ന് ഞാൻ സാധാരണയായി പറയാറില്ല. പറയാതിരിക്കണം എന്നാണ് എന്റെ ആശയവും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വേറെയും കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യമായിരുന്നു ആ നബിയാണെന്ന് വാദിക്കുന്ന വ്യക്തിയെ പിന്തുടർന്ന് പോകുന്നത് നാട്ടിലുള്ള പ്രമുഖന്മാരാണോ അല്ല സാധുക്കൾ ദുർബലന്മാരാണോ? വലിയ വലിയ വിഐപികളാണോ അദ്ദേഹത്തിന്റെ പിന്നിലുള്ളത്, അല്ലെങ്കിൽ സാധുക്കളാണോ ദുർബലന്മാരാണോ? പിന്നിലുള്ളതൊക്കെ സാധുക്കളാണ്, ദുർബലന്മാരാ. മുർസലീങ്ങളെ പിന്തുടർന്ന് പഴയ കാലം മുതലേ ഉണ്ടായത് അങ്ങനെയാണ് എന്നാണ് ഹിറഖൽ രാജാവിന്റെ മറുപടി. മുമ്പേ സാധുക്കളാണ് സത്യത്തിന്റെ പക്ഷം, എന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കും. സാധുക്കൾ അവരാണ് പലപ്പോഴും സത്യത്തിന്റെ പക്ഷത്ത് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു പണക്കാരും ഉണ്ടാവൂല എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അമ്പിയാക്കൾ ഏകദേശവും ദാരിദ്ര്യത്തിലും വിഷമത്തിലും ജീവിച്ചവരാണ്. അവരിൽ പലരും പ്രയാസങ്ങൾ തരണം ചെയ്തവരാണ്. അവരിൽ അധികാരം കൈയാടിയവർ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഏറ്റവും വലിയ വിഷയം അധികാരം കിട്ടലൊന്നുമല്ല. ലോകമൊട്ടാകെ മുസ്ലിമീങ്ങൾക്ക് ഇന്നുള്ള പ്രശ്നം എന്താണ്? അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ദുനിയാവ് അങ്ങനെയാണ്. ഇൻ തജ്തനിബ്ഹാ കുൻത സിൽമൻ ലിഅഹ്ലിഹാ വഇൻ തജ്തദിബ്ഹാ നസഅത്ക കിലാബുഹാ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്. ദുനിയാവ് വേണ്ടെന്ന് വെച്ച് നീ അങ്ങ് മാറ്റിവെച്ചാൽ നിനക്കെല്ലാവരും നിന്നോട് താല്പര്യമുള്ളവരായിരിക്കും.
വഇൻ തജ്തദിബ്ഹാ നസഅത്ക കിലാബുഹാ. നീ ദുനിയാവ് കൊത്തിവലിക്കണമെന്ന് മനസ്സിലാക്കിയാൽ ഈ ദുനിയാവ് കൊത്തിവലിക്കാൻ വേണ്ടി കുറെ നായ്ക്കളുണ്ട്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്. കാരണം അദ്ദുനിയാ ജീഫത്തുൻ, അദ്ദുനിയാ ജീഫത്തുൻ, ദുനിയാവ് ശവമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശവം കൊത്തിവലിക്കുന്ന കുറെ നായ്ക്കളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ വഇൻ തജ്തദിബ്ഹാ നസഅത്ക കിലാബുഹാ. ദുനിയാവ് വലിഞ്ഞാൽ അത് ദുനിയാവിലുള്ള സ്ഥാനമാനങ്ങളാകട്ടെ, ദുനിയാവിലുള്ള ആഡംബരങ്ങളാകട്ടെ, ദുനിയാവിലുള്ള മറ്റെന്തെങ്കിലും വിഷയമാകട്ടെ, അത് കൊത്തിവലിക്കാൻ നീ പോയാൽ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട നായ്ക്കൾ നിന്നോട് കടിപിടി കൂടുമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്, പ്രയോഗമാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ബിസിനസ് നടത്തുന്നവർക്ക് മോശക്കാരാണെന്ന് തെറ്റിദ്ധരിക്കരുത്, ജോലി എടുക്കുന്നവർ മോശക്കാരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബിസിനസ് നടത്തുന്നതിന് യാതൊരു തെറ്റുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സദീഖീന വശുഹദാ. വിശ്വസ്തനായി സത്യവാനായി ബിസിനസ് നടത്തുന്നവർ അമ്പിയാക്കളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സജ്ജനങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തമായ നിലയ്ക്ക് ബിസിനസ് നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചോദനം നൽകിയിട്ടുണ്ട്. നല്ല ലാഭമുള്ള കച്ചവടം ചെയ്തു കൊണ്ടുവന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ബർക്കത്തിന് ദുആ ചെയ്തിട്ടുണ്ട്. اللهم بارك في مالي، اللهم بارك له في ماله، اللهم بارك له في نسله، اللهم بارك له في عمره. ഈ അനസിന് നീ ആയുസ്സിൽ ബർക്കത്ത് ചെയ്യണേ, അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ, അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തിന് സമ്പത്തിൽ ബർക്കത്ത് ചെയ്യാൻ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സമ്പത്ത്, ധാരാളം സന്താനം, അതുപോലെ ഏകദേശം 100 വയസ്സോളം പ്രായം മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിരുന്നുവെന്നും നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ട് സമ്പത്തുണ്ടാകൽ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ദുനിയാവിന്റെ കടിപിടി പാടില്ല, ദുനിയാവിന്റെ കടിപിടി പാടില്ല. അത് പണത്തിന് വേണ്ടിയാകട്ടെ, അധികാരത്തിന് വേണ്ടിയാകട്ടെ, ആ കടിപിടി നടത്തുന്നവർ ദുനിയാവ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട നായകളാണെന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വചനം. സുബ്ഹാനല്ലാഹ്, നമ്മൾ സിറിയയിലും ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഫലസ്തീനിലും അതുപോലെ ഈജിപ്തിലും ഒക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ പറയാ. നമ്മളെ ഹാലെന്താ? നമ്മളൊരു ഹാലെന്താ? സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ പള്ളിക്കമ്മിറ്റി 5 ലാഭം ഉണ്ടാവില്ല. ആ വകയിൽ മന്ത്രി കസേര കിട്ടൂല, ആ വകയിൽ സ്റ്റേറ്റ് കാർ കിട്ടൂല, ഒന്നും കിട്ടൂല. പക്ഷെ ഈ അധികാരത്തിന് വേണ്ടി ഓരോരുത്തരും ഞാൻ പ്രസിഡന്റ് ആകണം, ഞാൻ സെക്രട്ടറി ആകണം, ഞാൻ ഖജാൻജി ആകണം. ആ വിഷയത്തിൽ മത്സരങ്ങളല്ലേ ലോകത്ത് നടക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ജനറൽ ബോഡി പങ്കെടുത്തിരുന്ന ഒരു സ്ഥലത്ത്, സുബ്ഹാനല്ലാഹ്, ജനറൽ ബോഡി കമ്മിറ്റിയിൽ ഉണ്ടാക്കി ഇറങ്ങി മുറ്റത്തെത്തി നോക്കുമ്പോഴേ കൊട്ടാവച്ചപ്പാട്. മുറ്റത്തെത്തി നോക്കുമ്പോ അത് ശരിയായിട്ടില്ല, നോനോച്ചപ്പാട്. പിന്നെ ആ യോഗത്തിൽ തന്നെ പറയണ്ടേ, ഇങ്ങനെ നടന്നുകൊണ്ട് കമ്മിറ്റി നടത്താൻ കഴിയും, മൊബൈൽ കമ്മിറ്റി നടത്താൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞതിന് അർത്ഥം അധികാരം അതൊരു വലിയ വിഷയമായിട്ട് കാണും. ഏത് ഈ പള്ളി കമ്മിറ്റിയിൽ ഒരു മെമ്പറാകുന്നത്, മദ്രസ കമ്മിറ്റിയിൽ ഒരു മെമ്പറാകുന്നത് പോലും വലിയൊരു വിഷയമായിട്ട് കാണുന്ന മനുഷ്യന്മാര്. കാരണം എല്ലാവരും കാണുന്നത് ചാനലാണ്. ചാനലിൽ കാണുന്നതോ നിയമസഭയിലെ തല്ലും, അത് തന്നെ പള്ളി കമ്മിറ്റിയിലും വേണം, അത് തന്നെ മദ്രസ കമ്മിറ്റിയിലും വേണം, അത് തന്നെ എല്ലാ സംഘടനയിലും വേണം. ഇത് കണ്ടിങ്ങനെ ഇപ്പൊ നിയമസഭയെന്ന ഉസ്താദുമാർ മുഴുവനുള്ള അവിടെയാ, അവിടുന്ന് നോക്കി പഠിക്കുകയാണ്. അത് തന്നെ ഇവിടെയും വേണം തീരുമാനം. സുഹൃത്തുക്കളെ, അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ ചോദിക്കട്ടെ, ആ അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? വാസ്തവത്തിൽ ആ സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളല്ലേ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ വിപത്ത്. അതുകൊണ്ടല്ലേ സിറിയയിൽ ആയിരങ്ങൾ മരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഇറാഖിൽ പൊട്ടിത്തെറിക്കുന്നത്, അതുകൊണ്ടല്ലേ ഈജിപ്തിൽ പൊട്ടിത്തെറിക്കുന്നത്. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ അത് ഈ സമുദായത്തിന്റെ നാശത്തിനല്ലേ വകവെക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങരുത്. അതേ സമയത്ത്
നിങ്ങൾക്ക് ജനങ്ങളൊക്കെ കൂടി ഒരു അധികാരം തന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ സഹായമുണ്ടാകും. ഇങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ എല്ലാ ചിന്തകളും ദുനിയാവിന്റെ സ്ഥാനമാനങ്ങളിലേക്ക് നീങ്ങിപ്പോയി. ഇതിൽ നിന്ന് മനുഷ്യന്റെ ചിന്ത പടച്ച റബ്ബിനെ സ്നേഹിക്കുന്നതിലേക്ക് മാറി വരണം. അല്ലാഹുവിലേക്ക് മാറി വന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവറുകളുടെ ദിക്ർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹു നാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ഞാനിവിടെ വന്നപ്പോൾ മൗലാന എം.എ. ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവരുടെ ഒരു ലേഖനം ഞാൻ ഇരുന്ന ഇരുത്തിൽ വായിച്ചു. വാളക്കുളം അബ്ദുൽ മാനി ഉസ്താദ് അവരുടെ സംബന്ധിച്ചുള്ള ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ എം.എ. ഉസ്താദ് പറയുന്നു, അബ്ദുൽ മാനി ഉസ്താദ് ഖാദിരിയ ത്വരീഖത്തുകാരനായിരുന്നു. അഥവാ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മാർഗം സ്വീകരിച്ചവരായിരുന്നു. അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ പതിവാക്കിയവരായിരുന്നു എന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഖാദിരിയ ത്വരീഖത്തുകാരനായിരുന്നു മഹാനായ ഗൗസുൽ ആദം തങ്ങൾ. അതേ ഖാദിരിയ ത്വരീഖത്ത് ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിത്തറ എന്താണ്? അതിന്റെ അടിത്തറ തന്നെ ഗൗസുൽ ആദം തങ്ങൾ തന്നെ പറഞ്ഞു, മോനെ അതാ മുത്തില്ലെങ്കിൽ പിന്നെ ചിപ്പി എന്തിനാണ്? മോനെ പണമില്ലെങ്കിൽ പിന്നെ പെട്ടി എന്തിനാണ്? മോനെ പക്ഷിയില്ലെങ്കിൽ പിന്നെ പക്ഷിക്കൂടെന്തിനാണ്? പക്ഷിക്കൂടുണ്ട്, പക്ഷിയില്ല. അതേ ഇരുമ്പ് പെട്ടിയുണ്ട്, പണമില്ല. ചിപ്പിയുണ്ട്, മുത്തില്ല. പിന്നെ ഈ വസ്തു കൊണ്ട് കാര്യമെന്താണ്? ഇതുപോലെ നീ ഒരു കാര്യം ചിന്തിക്കണം. നിന്റെ ഈ ബോഡിയുണ്ടല്ലോ, നിന്റെ ഈ താടിയുണ്ടല്ലോ, നിന്റെ ഈ തലപ്പാവുണ്ടല്ലോ, നിന്റെ ഈ വെള്ള വസ്ത്രമുണ്ടല്ലോ, നിന്റെ ഈ ശരീരമുണ്ടല്ലോ, നിന്റെ ഒപ്പിക്കലുകളുണ്ടല്ലോ, ഇതൊന്നും തന്നെ നിന്റെ ഖൽബിൽ ഈമാനിന്റെ പ്രകാശം, നിന്റെ ഇൽമിൽ, നിന്റെ ഖൽബിൽ തഖ്വയുടെ പ്രകാശം, നിന്റെ ഖൽബിൽ അതേ ഇൽമിന്റെ പ്രകാശം അതില്ലെങ്കിൽ ഈ ബോഡി കൊണ്ട് കാര്യമില്ല. അതേ ഇരുമ്പ് പെട്ടി ചോറൻ പെട്ടിയാണ്, പക്ഷേ അതിൽ പൊന്നില്ല, പണമില്ല. ഈ പെട്ടി കൊണ്ട് എന്താണ് കാര്യം? ചിപ്പി വളരെ ചോറാണ്, പക്ഷേ മുത്തില്ല. പിന്നെ ചിപ്പി കൊണ്ട് എന്താണ് കാര്യം? അതേ പക്ഷിപ്പെട്ടി, പക്ഷിയുടെ കൂട് വളരെ ചോറാണ്, പക്ഷേ പക്ഷി ചത്തുപോയി. പിന്നെ ഈ കൂട് കൊണ്ടെന്താണ് കാര്യം? മനസ്സ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ജീവിക്കുന്നൊരു സമൂഹം വേണം. അതുണ്ടാകാൻ ആത്മീയമായ അറിവ് വേണം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ശരിക്ക് ഭയപ്പെട്ട് ജീവിക്കുന്നവർ ശരിയായ വിവരമുള്ളവരാണ്. ആ വിവരത്തിന്റെ അടിത്തറ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ആ ശരിയായ വിവരമാണ്. ആ വിവരം ഖൽബിലെന്നുറക്കണം. എന്നെ സൃഷ്ടിക്കപ്പെട്ടത് വെറുതെയല്ല. അഫഹസിബിത്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ വെറുതെ പടച്ചുവെന്ന് തോന്നുന്നുണ്ടോ?
എന്നാൽ ഈ പഴക്കപ്പെട്ട നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാമെന്നൊരു തോന്നലുണ്ടോ? അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യൗതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ ഗൗരവമായ ചോദ്യം. നിങ്ങൾ വിചാരിച്ചോ സ്വർഗത്തിൽ വളരെ എളുപ്പത്തിൽ കടക്കാമെന്ന്? അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് സംഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഉ, ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശിക്ഷകളും വിഷമങ്ങളും ഒക്കെ അവരെ സ്പർശിച്ചിട്ടുണ്ട്. വസുൽസിലൂ, അവർ പിടിച്ചു കുലുക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതാ അതിന് വിട്ടുകിടന്നപ്പോൾ പടച്ചറബിന്റെ സഹായം എപ്പോഴാണെന്ന് അതേ ആ റസൂലിന്റെ അനുയായികളും പലരും ചോദിച്ചു പോയിട്ടുണ്ട്. അത്രയും പ്രയാസങ്ങൾ തരണം ചെയ്തല്ലേ മുൻഗാമികൾ സ്വർഗം സമ്പാദിച്ചത്. നിങ്ങൾക്ക് എളുപ്പത്തിലങ്ങ് സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അള്ളാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, നിങ്ങൾക്ക് അധ്വാനിച്ച് സ്വർഗം സമ്പാദിക്കാനുള്ള ഒരു പ്രാപ്തിയും കഴിവും ഞങ്ങൾക്കില്ല. നീ നിന്റെ ഔദാര്യം കൊണ്ട് സാധുക്കളായ ഞങ്ങളെ സ്വർഗാവകാശികളിൽ പെടുത്തണം റഹ്മാനേ. ഈ പാവപ്പെട്ടവൻ ആരെയും ഉപദേശിക്കാൻ അർഹരല്ല. എല്ലാവരും എന്നെ ഉപദേശിക്കേണ്ടവരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ പൊരുത്തത്തിൽ മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നീട്ടി സംസാരിക്കാൻ പലതുകൊണ്ടും വകുപ്പില്ല. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്കൊക്കെ സീഡികളുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ നമ്മൾ എപ്പോഴും കേൾക്കുന്ന സൂറത്താണ്. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിലും വെള്ളിയാഴ്ച രാവിലെ ഇശായിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന സൂറത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. അത് കേൾക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയൽ സുന്നത്താണ്. എന്താണ് എന്താ മോനെ പറഞ്ഞേ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് പറയുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയൽ സുന്നത്താണ്. അത് കേൾക്കുമ്പോഴും ഓതുമ്പോഴൊക്കെ സുന്നത്താണ്. അല്ലാഹുവിന്റെ പേര് വലിയ മഹത്വമുള്ളതാണ്. ആ പേരിനെ മഹത്വപ്പെടുത്തി പറയാൻ അല്ലാഹു കൽപ്പിക്കുന്നതാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ സൂറത്തിൽ, ഒരുപാട് വിഷയങ്ങളുണ്ട് ആ സൂറത്തിൽ. ആ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ 3 ദിവസം പ്രസംഗിച്ചു. ആ സൂറത്ത് മാത്രം. ആ പ്രസംഗത്തിന്റെ DVD നിങ്ങൾക്ക് സദസ്സിൽ കിട്ടും. അൽഹാഖുമുത് തകാസുർ, അതിൽ പല കാര്യങ്ങളും ഉണ്ട്. ഖബർ സിയാറത്തുണ്ട്, ഹത്താ അസുർതുൽ മഖാബിർ, പല വിഷയങ്ങളും അതിലുണ്ട്. അത് ഞാൻ 2-3 ദിവസം പ്രസംഗിച്ചു. ആ ഒരു സൂറത്ത് അത് നിങ്ങൾക്ക് DVD കിട്ടും, CD കിട്ടും. ആത്മീയ ചിന്തകൾ എന്ന പേരിൽ ഈ അടുത്ത് പുളിക്കലിനടുത്ത് പ്രസംഗിച്ച പ്രസംഗം, അതുപോലെ ഖാദിരിയ തരീഖത്തും നൂരിശക്കാരുടെ അറിവുകേടും കോഴിക്കോട്ട് വെച്ച് പ്രസംഗിച്ച പ്രസംഗം, അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങളുടെ CD-കൾ ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കേൾക്കാം. ഇത് മാത്രമൊന്നുമല്ല, ഞാൻ പുതിയത് കുറച്ച് പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മുടെ ഖൽബ് തിരിയണം. അവിടെയാണ് ഇൽമ്. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയുന്ന ഇൽമ്, അതാണ് ശരിയായ ഇൽമ്, അതാണ് അമ്പിയാക്കളുടെ ഇൽമ്.
മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബിക്ക് അല്ലാഹു തആല കൊടുത്ത ഇൽമു അതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ സാധനത്തിന്റെയും പേര് പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ ഖുർആനിൽ ഓതി പഠിച്ചത്. അപ്പൊ ആളുകൾക്ക് തോന്നുന്നു കുറെ സാധനത്തിന്റെ പേരറിയാം ആദം നബിക്ക്. അങ്ങനെ എത്ര ആളുകളുണ്ട് കുറെ സാധനത്തിന്റെ പേരറിയുന്നവരും. നമ്മളെ തറിമരുന്ന് കൂടിയപ്പോൾ കുഞ്ഞിരാമമ്പൈക്കൊക്കെ എത്ര ഇതിന്റെ പേരറിയാം. അതുകൊണ്ട് അയാൾ വലിയ ആലിമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുറെ സാധനത്തിന്റെ പേര് മാത്രം പഠിപ്പിച്ചു കൊടുത്തതല്ല, ലോകത്തുള്ള മുഴുവനാഥരുടെ എല്ലാ ഭാഷകളിലും അതിന്റെ ഉപകാരങ്ങളും പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ പഠനത്തിലൂടെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റത്തെ മതിപ്പും ബഹുമാനവും അറിവും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വർദ്ധിക്കുകയാണ്. അത് ഉന്നത സ്ഥാനത്തെത്തുകയാണ്. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് ഇവിടെ വിതരണം ചെയ്തവരാണ് പ്രവാചകന്മാർ, അമ്പിയാക്കൾ. ആ അറിവാണ് മുതഅല്ലിമീങ്ങളെ നിങ്ങൾ പഠിക്കുന്ന അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. രണ്ടാമത്തത് അലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞ ഉടനെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന വാചകമാണത്. ഓ നബിയേ, ഈമാനുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി അവരേത് കാലഘട്ടത്തിൽ ജീവിച്ചവരോ ഇന്ന് ജീവിക്കുന്നവരോ ഇനി ജീവിക്കാൻ പോകുന്നവരോ ആരാകട്ടെ, ഈമാനുള്ള അവരെ പാപം ഞാൻ പുറത്തു കൊടുക്കാൻ തങ്ങളെന്നോട് പറയണേ നബിയേ. ലോകം മുഴുക്കയുള്ള മുഅ്മിനീങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ്. നമുക്ക് വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു റെക്കമെൻഡ് വേണ്ടെന്ന് പറയുന്നവരുണ്ട്. അവര് ഖുർആൻ പഠിച്ചവരല്ല, അവര് ഖുർആൻ അറിഞ്ഞവരല്ല. ഖുർആനാ പറഞ്ഞത്, ഓ നബിയെ, മുഅ്മിനീങ്ങളുടെ പാപം പൊറുക്കാൻ, തങ്ങൾക്ക് പാപം വരാതിരിക്കാൻ, തങ്ങളെ കുടുംബത്തിന് വല്ല പാപവും സംഭവിച്ചെങ്കിൽ അത് റബ്ബ് പൊറുക്കാൻ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുഅ്മിനീങ്ങൾക്കും ശഫീആണ്, ശുപാർശക്കാരനാണ്, റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം, ആ മഹത്വം പഠിക്കുന്ന അറിവാണ് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന അറിവ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്നതൊക്കെ അള്ളാഹുവിന് വഴിപ്പെട്ട് ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ ഏത് സ്വഭാവത്തിൽ പെരുമാറണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ആവശ്യമായ എല്ലാ അറിവുകളും അതാണ് ദീനിയായ അറിവ്. ആ അറിവാണ് അമ്പിയാക്കൾ സമ്പാദിച്ചത്, അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകിയത്. അമ്പിയാക്കളുടെ ആ സ്വത്ത് അനന്തരമായി ലഭിക്കുന്നവരാണ് മുതഅല്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങൾ നടന്നു നീങ്ങുമ്പോൾ അവർക്ക് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുകയാണ്. പ്ലെയിൻ പറപ്പിക്കാൻ വേണ്ടി പഠിക്കുന്ന പൈലറ്റിന് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കൂല. അതുപോലെ തന്നെ മറ്റു വിഷയം പഠിക്കുന്നവർക്ക് ചിറക് വിരിച്ചു കൊടുക്കൂല. ദീനിന്റെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്നു, അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി. അപ്പൊ എന്താണ് ഇൽമിന്റെ മഹത്വം? അതുകൊണ്ട് ധാരാളമായി ഇൽമു പഠിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇൽമുണ്ടായാൽ പോരാ, ഇൽമനുസരിച്ച് പ്രവർത്തിക്കണം. ഇൽമനുസരിച്ച് പ്രവർത്തിക്കണം, അതെല്ലാ രംഗത്തും വേണം. അത് മറുപടി പറയുന്ന സ്ഥലത്ത് വേണം, വിഷയം കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് വേണം, പ്രസംഗിക്കുന്ന സ്ഥലത്ത് വേണം, ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് വേണം. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇൽമു കൈകാര്യം ചെയ്യണം. നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, നിങ്ങൾ കേട്ടിരിക്കും, വലിയ മഹാനാണ്. ഖുർആനിൽ അള്ളാഹു പ്രത്യേകമായ അറിവ് കൊടുത്ത മഹാനാണ്. അത് കിട്ടാനും ചില കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തം വാങ്ങിയതാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമീപത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരാളെ
ഒരു മനുഷ്യൻ ഒരു നിരപരാധിയെ കൊല്ലുന്നു, അങ്ങനെ കൊന്നാൽ അവന് തൗബയുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൗബയില്ല, അയാൾ മടങ്ങിപ്പോയി. വേറൊരാൾ വന്ന് ചോദിച്ചു, അല്ല, ഒരു മനുഷ്യനെ നിരപരാധിയെ കൊന്നുപോയി, അവന് തൗബയുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൗബയുണ്ട്, അയാൾ തൗബ ചെയ്ത അല്ലാഹു സ്വീകരിക്കും. എല്ലാവരും എന്നിട്ട് 3 സലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു 5 മിനിറ്റ് അവിടെ നിന്നാൽ ഊരവേദന നിന്നല്ല, ഈ നിന്നിട്ട് ഊരവേദനായിരുന്നോളി, നിന്നിട്ട് ഊരവേദനാന്നവരുണ്ടായിരുന്നോളി. ഒരേ ഇത്തം കുറേ നേരമായിട്ട് ഇരിക്കല്ലേ, കുറച്ചവിടെ നിന്നാൽ ഒരു റാഹത്താണ്. സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞൊരാളോട് കൊന്നവന് തൗബയില്ല, രണ്ടാമതൊരാളോട് പറഞ്ഞു തൗബ ഉണ്ട്. എന്തേ? അങ്ങനെ ആഖിർ സമാന്റെ മൗലിയാമാര് പലരാതിയും പറയുന്നു. ചിലപ്പോ ചിലർക്ക് തോന്നും ഇത് ആഖിർ സമാന്റെ മൗലിയാരല്ല, ഇത് സഹാബാക്കളിൽ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്തേ അങ്ങനെ പറയാൻ കാരണം? രണ്ടു നിലക്ക് പറയാൻ കാരണം, അതേ അവിടെ മഹാനവറുകൾ ചിന്തിച്ചത് ഈ ചോദ്യകർത്താവിന്റെ ആഖിറം എങ്ങനെ രക്ഷപ്പെടുത്തുന്ന, അങ്ങനെയാണ് ഒരു പണ്ഡിതൻ ചിന്തിക്കേണ്ടത്. എന്റെ മുമ്പിലുള്ള മനുഷ്യന്റെ ആഖിറം ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും, ഞാൻ എങ്ങനെ ആഖിറത്തിൽ രക്ഷപ്പെടും, രണ്ടും ചിന്തിക്കണം. സുഹൃത്തുക്കളെ, ആദ്യം വന്ന് ചോദിച്ച മനുഷ്യന്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. എന്താണ്? ഒരു നിരപരാധിയെ കൊന്നിട്ട് പടച്ചവനോട് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലാൻ അയാളുടെ മനസ്സിൽ പ്ലാനുണ്ട്. തൗബ ഉണ്ടെങ്കിൽ കൊല്ലാം, ഇല്ലേ കൊല്ലണ്ട എന്നുള്ള നിലക്ക് ആ മസാല വന്ന് ചോദിച്ചത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവനോട് പറഞ്ഞ മറുപടിയാണ്, ഒരു മനുഷ്യനെ കൊന്നാൽ തൗബയില്ല. അയാൾ ഒരു നിരപരാധിയെ കൊല്ലുക എന്ന തെറ്റിൽ നിന്ന് മുക്തനായി തിരിച്ചുപോയി. ആ തെറ്റ് ആ മനുഷ്യൻ പ്രവർത്തിച്ചില്ല, കാരണം മറുപടി അത്ര ഗൗരവമുള്ളതാണ്. രണ്ടാമത്തെ മനുഷ്യൻ അങ്ങനെയല്ല, അദ്ദേഹം ഒരു മനുഷ്യനെ, ഒരു നിരപരാധിയെ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയിട്ടുണ്ട്, കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അയാളോട് തൗബ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അല്ലാഹ് എന്നെ സ്വീകരിക്കൂല എന്നുള്ള നിലയ്ക്ക് അയാൾ ഇസ്ലാമെന്ന് രാജിവെച്ച് അദ്ദേഹം കാഫിറായി പോകലാണ് അതിന്റെ ഫലം. അതുകൊണ്ട് അദ്ദേഹം കാലകാലം നരകത്തിൽ കടക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള മറുപടി, നിങ്ങൾ മനസ്സറിഞ്ഞ് ഇനി മേലിൽ ഒരാളെയും ആക്രമിക്കൂല എന്ന് മനസ്സിലുറപ്പിച്ച് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് പറഞ്ഞാൽ, മനസ്സ് ഖേദിച്ച് പറഞ്ഞാൽ അല്ലാഹ് തൗബ സ്വീകരിക്കും. ഇവിടെ 2 സ്ഥലത്തും ആ മഹാനായ പണ്ഡിതൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇദ്ദേഹത്തിന് നീ പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, മനസ്സിലാക്കി കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു കൊടുത്ത സഹാബിയാണ് ചെറിയ കുട്ടിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മറുപടി കൊണ്ട് ആ മനുഷ്യൻ തൗബ ചെയ്ത് നന്നായി പോയി. അറിവ് എന്ന് പറയുന്നത് ഉള്ളവർക്ക് വലിയ ബാധ്യതയുണ്ട്. അവരുടെ അറിവ് അവർ വിതരണം ചെയ്യുമ്പോൾ സമൂഹത്തിന്റെ അതേ ആർക്കാണോ വിതരണം ചെയ്യുന്നത് അവരെ ആഖിറത്തിന് കേടുവരാത്ത വിധം മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ. ഈ ഒറ്റ വിഷയം ഇന്നലെ രാത്രി 10:30-11 മണി മുതൽക്ക് 4 മണി വരെ ഞാൻ ഒറ്റ മനുഷ്യന് ക്ലാസ് എടുത്തു. ഒറ്റ ഈ ഒറ്റ വിഷയം. കാരണം ഇപ്പോൾ ആഖിർ സമാനാണ്. ഇങ്ങനെ കുറച്ചൊക്കെ വായിച്ചു പഠിക്കും, അല്ലെ കുറച്ചൊക്കെ കേട്ടു പഠിക്കും. എന്നിട്ട് പിന്നെ ഓരോരുത്തരും ഉസൂൽ എന്താണ്, ഫുറൂ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഓരോ വിഷയങ്ങളങ്ങ് പറയും. അപ്പൊ പിന്നെ നിങ്ങൾ മനസ്സിലാക്കും അതിൽ അബദ്ധം വരും. നല്ല നിയ്യത്തോടെ തന്നെ അബദ്ധം വരുന്നു. സാലിമാമർ ലോഹന് പറഞ്ഞു,
ഇന്ന ശൈത്താന യസ്തജിറുൽ ഹംഖ ഫീ മൈലിൽ ഖൈരി ഇലാ ശർരി. ഖൈറിന്റെ വഴി കൂടി ഷെറിലേക്ക് ശൈത്താൻ കൊണ്ടുപോയി മനുഷ്യൻ തള്ളിയിട്ടാണ്. ഖൈറിന്റെ വഴി കൂടെ കൊണ്ടുപോകാം, എന്റെ ചെറി കൊണ്ട് തള്ളിയിട്ടാണ്. അപ്പോ ഓരോന്നിനും വിഷയങ്ങളുണ്ട്. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. ഇരുന്നോളി, കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ നിർത്തും. അന്നേരം എന്നോട് അതുകൂടെ തോന്നല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്ന ഇംറഅതി ലാ തറുദ്ദു യദ ലാമിസ്. എന്റെ ഭാര്യന്റെ സ്വഭാവം എന്താണെന്നറിയോ? ലാ തറുദ്ദു യദ ലാമിസിൻ. ആര് വന്ന് കൈപിടിച്ചാലും അവരെ കൂടെ അങ്ങ് പോകും. തന്നെ ഭാര്യന്റെ സ്വഭാവം, ആര് വന്ന് തൊട്ടാലും തൊട്ടോന്റെ കൂടെ അങ്ങ് പോകും. അങ്ങനെ എന്റെ ഭാര്യയുടെ സ്വഭാവം. സുബ്ഹാനല്ലാഹ്, ഭർത്താവൊന്നുമില്ല, അല്ലാത്ത ആളൊന്നുമില്ല, ആര് പിടിച്ചാലും പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലിഖ, അവളെ ഒഴിവായിക്കളാണ്, അവിടെ തലാഖ് ചൊല്ലിക്കളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഇന്നി ഉഹിബ്ബുഹ, എനിക്ക് അയാളോട്, ആ പെണ്ണിനോട് സ്നേഹമാണ് നബിയെ. ഇങ്ങനൊക്കെ ഇത്ര ജനറൽ ആയിട്ടു ഇവളോട് എനിക്ക് സ്നേഹമാണ്, ഉള്ള പോലെ പറയാതെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അവളോട് എനിക്ക് സ്നേഹമാണ് നബിയെ. നബി താമസിക്കുക എന്നാ അവളെ തലാക്കി അല്ലണ്ടാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തേ, അവള് നന്നായോ? അവള് നന്നായിട്ടൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ രണ്ടു പേർക്ക് പറഞ്ഞത്? ആദ്യം അവൾ തലാക്കി വിളിക്കും, എനിക്ക് അവളോട് സ്നേഹമാണ് പറഞ്ഞപ്പോ പറഞ്ഞു, എന്നാ പിന്നെ അവിടെ കിടന്നോട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? അയാൾ കൂടുതൽ തെറ്റ് ചെയ്തതായിരിക്കും. എന്തേ, ഇപ്പോൾ അവൾ ചെയ്യുന്ന തെറ്റ് ഭർത്താവല്ലാത്തവർക്ക് കൂടി അവളെ ശാരീരികമായി ബന്ധപ്പെടാൻ അവസരം കൊടുക്കുന്ന കടുത്ത ഹറാം. എന്നാ ഭർത്താവിനും അവൾ അനുമതി കൊടുക്കുന്നുണ്ട്, അത് ഹലാല. ഇയാൾക്ക് ഈ പെണ്ണിനോട് മനസ്സുകൊണ്ട് പ്രേമാണ്, സ്നേഹമാണ്. ഇയാള് തലാക്കിയല്ലോ, നിർബന്ധിച്ച് തലാക്കിയില്ല, എന്താ ഉണ്ടാകുക? കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാൾക്ക് പിന്നെ മനസ്സ് കൂടി വെക്കും. അവൻ ഇയാൾ പോയിട്ട് ബന്ധപ്പെടുന്നതും കൂടി ഹറാമാവും. ഇതുവരെ മറ്റുള്ളവർ ബന്ധപ്പെടുന്നേ ഹറാമുള്ളൂ, ഇയാൾ ബന്ധപ്പെടുന്നതും കൂടി ഹറാമാകലാണ് തലാക്കിയില്ലാനുള്ള കാര്യം. അപ്പൊ അയാൾ വലിയ ഹലാലാട്ടെ, ബാക്കിയുള്ളവർ ഇപ്പൊ ഹറാമുണ്ടാവുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാ അംസിക്ക് അവിടെ തലാക്കുകയല്ല. ഇങ്ങനെയാ ഓരോ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഫത്വ കൊടുക്കേണ്ടതും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേ നിയമം അല്ല. സാഹചര്യം നോക്കണം, സന്ദർഭം നോക്കണം, അവന്റെ ചിന്ത എന്താന്ന് നോക്കണം, അവന്റെ ആശയം എന്താന്ന് നോക്കണം. ഒരാൾ വന്ന് ചോദിക്കുന്നതിനൊക്കെ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. ചോദിക്കുമ്പോ ആ ചോദ്യത്തിനെ സംബന്ധിച്ചൊക്കെ അങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കി അത് ഞാൻ എന്ത് മറുപടി പറഞ്ഞാലും ഇവന്റെ ആഹാരം രക്ഷപ്പെടുക, ആ നിലക്ക് മറുപടി. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ ആ രംഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിട്ടൊരു സൂചന പറഞ്ഞതാണ്. അതിനൊക്കെ വേണ്ട അടിത്തറ എവിടെയാണ്? അടിത്തറ മനസ്സല്ലാഹുവിലേക്ക് നീങ്ങലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അമറനി റബ്ബി ബിതിസ്ഇൻ, എന്റെ റബ്ബ് എന്നോട് 9 കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്താണ്? ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണമെന്നാണ്. പരസ്യ ജീവിതം നന്നായാൽ പോരാ, രഹസ്യ ജീവിതവും നന്നാകണം. രഹസ്യ ജീവിതം നന്നായാൽ പോരാ, പരസ്യ ജീവിതവും നന്നാകണം. രഹസ്യവും പരസ്യവും നന്നാകണം. രണ്ടാമത് പറഞ്ഞു, വക്കലിമത്തിൽ അദിലി ഫിൽ ഖളബി വൽ സമയമാണെങ്കിൽ പറയുന്ന വചനങ്ങൾ അതേ നീതിയുടെ വചനങ്ങളാകണം. അനീതിയുടെ വാക്ക് നാവിൽ നിന്ന് വീണുകൂടാ. പറയുന്നത് നീതിയാകണം, അനീതിയുടെ വാക്ക് നാവിൽ നിന്ന് വന്നുകൂടാ. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ മുൻഗാമികളുടെ ജീവിത ശൈലി. ഇപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കാൻ സമയം പോരാ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോവാണ്. ഒരു പടത്തൊപ്പി, പടയങ്കി, ആ പടയങ്കി കൂടി പോകും. പടയങ്കി വീണുപോയി, എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. പിറ്റേ ദിവസം പകലിങ്ങനെ പോകുമ്പോ ഒരു അമുസ്ലിം സഹോദരന്റെ കയ്യിലെ പടയങ്കി കണ്ടു. അലിയുള്ളാഹുവിന്റെ ഭരണാധികാരിയാണ്. അലിയുള്ളാഹുവിന് പറഞ്ഞു, ഇത് എന്റേതാണ്, ഇങ്ങ് തരണോന്ന്. മറ്റേ പറയാണ്, ഇത് എന്റേതാണ്, നിങ്ങളതൊന്നും അല്ല. അലിയുള്ളാഹുവിന് എന്ത് ചെയ്തു? ഭരണാധികാരിയാണ്. പക്ഷേ
തീവ്രവാദിയാകാൻ പറ്റൂലല്ലോ, ഭരണം ചോദിച്ചൊന്നും ചെയ്യാ അത് പറ്റൂലല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞു, അതെങ്ങനെടോ നിന്റേതാകുക? എന്റെ പടയെങ്കിൽ നിന്റേതാണെങ്കിൽ ഞാൻ നിനക്ക് വിൽക്കണം, ഞാൻ വിറ്റിട്ടില്ല, അല്ലെ ഞാൻ വെറുതെ തരണം. അത് തന്നിട്ടില്ല, പിന്നെ എന്റെ അല്ലത്, എന്റെ കയ്യിലുള്ളതുകൊണ്ട് എന്റേതാവോ? അങ്ങനെയാന്നെ പിന്നെ നമ്മൾ ഈ സാധാരണയായി എയർപോർട്ടിലൊക്കെ ഈ എമിഗ്രേഷൻ കാർഡ് പൂരിപ്പിക്കാൻ വേണ്ടി പെന്നു വാങ്ങും. അപ്പൊ കൈ പിടിക്കണേക്ക് മറ്റവൻ്റെതാവുക, അത് തിരിച്ചും കൊടുക്കണ്ടേ? അതുപോലെ ഒരുത്തന്റെ കട്ടെടുത്ത് എന്നാ കട്ടെടുത്തവൻ്റെതാവോ? അവകാശം എന്റെ അല്ലേ, എന്റെതല്ലേ സാധനം. അപ്പൊ ഇയാൾ പറഞ്ഞു, ബൈനി വബൈനക ഖാദിൽ മുസ്ലിമീൻ. ഓഹോ, അതാ പ്രശ്നം. എന്നാ നമ്മളൊരു കാര്യം ചെയ്യാം, മുസ്ലിമികളെ ജഡ്ജി ഖാദിന്റെ അടുത്ത് പോവാം, ഖാദിനോട് ചോദിക്കുക, ഖാദിന് മുമ്പിൽ വിഷയം പറയാം. അലി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അവിടുത്തെ ഭരണാധികാരി, എന്ത് ഖാദിന്ന് ചോദിച്ചോ? ഇല്ല, എന്നാ പോവാണ് നമ്മൾ ജഡ്ജിന്റെ അടുത്ത്. ഖാദി വെച്ചാൽ ജഡ്ജി, അല്ലാതെ കമ്മിറ്റിക്കാർ പിരിച്ചുവിടുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഖാദിയല്ല, ജഡ്ജിക്കാണ് ഖാദി എന്ന് പറഞ്ഞു. ഖാദിന്റെ അടുത്ത് പോവാൻ. ആരാ ഖാദി? സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ് ഇന്നത്തെ ഖാദി. ഖാദിന്റെ അടുത്ത് പോവാം. അലി റളിയല്ലാഹു പോവാ പോയി. അലി റളിയല്ലാഹു അൻഹു കേസ് ബോധിപ്പിക്കുകയാണ്, എന്റെ പടയെങ്കിൽ ഇയാളെ കൈ കണ്ടിട്ട് തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല. അപ്പൊ ഖാദി എന്ത് ചെയ്തു? അലി ഇബ്നു അബി താലിബ് വലിയ മഹാനല്ലേ, വലിയ മഹാനല്ലേ, സ്വർഗത്തിലാണെന്ന് ഉറപ്പല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയാപ്പിളല്ലേ, മകളെ ഭർത്താവല്ലേ, ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ബാപ്പല്ലേ, എല്ലാ മഹത്വമില്ലേ, ഇസ്ലാമിന്റെ ഭരണാധികാരിയല്ലേ, റിപ്പബ്ലിക്കിന്റെ തലവനല്ലേ. പക്ഷേ ഖാദി ജഡ്ജി എന്താ ചെയ്യുന്നത്? ജഡ്ജി ആ അലി ഇബ്നു അബി താലിബിന്റെ വാക്ക് മാത്രം കേട്ടിട്ട് അങ്ങ് കൊടുക്കുക പറഞ്ഞോ? അത് പറഞ്ഞില്ല. പ്രതിപക്ഷത്തിലുള്ള ആളുകൾ അയാൾ മുസ്ലിമാണ്, ഇസ്ലാമിൽ വർഗീയതയൊന്നുമില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല. ഒരാഴ്ച മുമ്പുണ്ട് വലിയൊരു താടിക്കാരന്റെ ഫോട്ടോ പത്രത്തിൽ. നോക്കുമ്പോ എന്താണ്? സെലഫിസ്റ്റാണ്. ഒരു സെലഫിസ്റ്റ്, ഒരു ഇഖ്വാൻ, നാടൊട്ടാകെ നാശം, ലോകോട്ടാകെ പഴപ്പം. ഈ സെലഫിസ്റ്റ്, അതുപോലെ തന്നെ ഇഖ്വാനി ജമാഅത്ത് ഇസ്ലാമി, അങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊണ്ട് ലോകോട്ടാകെ നാശം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തീവ്രവാദവും ഇസ്ലാമിലില്ല. ഇസ്ലാം തീവ്രവാദത്തെ ശക്തമായി എതിർത്ത മതമാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സ്വീകരിക്കുന്നില്ല, സ്വീകരിച്ചുകൊണ്ട് വിധി പറയുന്നില്ല. അപ്പുറത്തുള്ള ആൾക്കും സമയം കൊടുക്കണം അയാളെ കാര്യം പറയാൻ. എന്താണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പ്രതിപക്ഷത്തുള്ള ആളോട് ചോദിക്കാൻ എന്താ പറയാനുള്ളത്? അപ്പൊ പ്രതി പറയുന്നത് എന്താണ്? ഇത് എന്റെ പടയെങ്കിയാണ്, എന്റെ കൈവശത്തിലാണ്, എന്റെ പടയെങ്കിയാണെന്നതിന് അവകാശവാദ, എന്റെ കൈവശത്തിലാണെന്നതിന് തെളിവ. അങ്ങനെ ഒരാളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായാൽ അത് അയാളതാണ് എന്നതിന് അത് തെളിവാണ്. ഈ പെണ്ണ് എന്താണെന്നതിന് തെളിവ് എന്റെ കീശയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നിങ്ങളാണെങ്കിൽ നിങ്ങൾ വേറെ തെളിവ് കൊണ്ടുവന്നിട്ട് സമർത്ഥിച്ചിട്ട് സാക്ഷിയെ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ട് നിങ്ങൾ താൻ തെളിയിച്ചാൽ ഈ കീശയെടുത്ത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കും. അത് ജഡ്ജി വാങ്ങിച്ചു കൊടുക്കും. എന്നോട് ഞാനും കയറില്ല, എന്നോട് ജഡ്ജി വാങ്ങി തരും. അങ്ങനെയാണ് കോടതി നിയമം. അപ്പൊ ഇത് എന്റേതാണ്, എന്റെ കൈവശത്തിലാണെന്ന് അയാളെ വാദം. ആ വാദം ഉന്നയിച്ചപ്പോൾ ജഡ്ജി സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, അലി ഇബ്നു അബി താലിബ് അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് തെളിവുണ്ടോ? നിങ്ങളുടേതാണെന്നതിന് തെളിവുണ്ടോ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ തെളിവ് വേണ്ടത്? 2 സാക്ഷി വേണം. ഓ, ഉണ്ട് 2 സാക്ഷിയുണ്ട്. ആരാ? ഒന്ന് എന്റെ മകൻ ഹസനാണ്, ഒന്ന് എന്റെ അടിമ കമ്പറാണ്. രണ്ടാളും സാക്ഷി പറയും ഇതെന്റേതാണ്. ഉടനെ തന്നെ ഖാദിയുടെ മറുപടി, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞ എന്റെ മകൻ ഹസൻ, ആ ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ? ആ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയല്ലേ? എന്നിട്ട് ഈ കേസിൽ അദ്ദേഹം സാക്ഷിക്ക് പറ്റൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോഴാ സുറൈഹുൽ ഖാദിയുടെ മറുപടി, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് എനിക്കറിയാം, ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, എനിക്കും അദ്ദേഹം നേതാവാണ്. പക്ഷേ ബാപ്പക്കനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ കോടതിയിൽ സ്വീകരിക്കാൻ പറ്റൂല. ശരീഅത്തിന്റെ നിയമം അങ്ങനെയാണ്. ബാപ്പക്കനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂല.
ശത്രുതയുള്ള മനുഷ്യൻ പ്രതികൂലമായി സാക്ഷി പറഞ്ഞാൽ അതും സ്വീകരിക്കൂല. ശത്രുതയുള്ള മനുഷ്യൻ പ്രതികൂലമായൊരു കാര്യം സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂല. സുഹൃത്തുക്കളെ, ഒരു മഹാനായ പണ്ഡിതനെ സംബന്ധിച്ച് ആ പണ്ഡിതനോട് ശത്രുത വെക്കുന്ന ഒരാൾ വന്നിട്ട് എത്ര സത്യം ചെയ്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂല. ശത്രുതയുള്ളവൻ പറയുന്ന സാക്ഷി സ്വീകരിക്കാൻ പറ്റൂല. ഇതുപോലെ ബാപ്പയ്ക്ക് വേണ്ടി മകൻ പറയുന്ന സാക്ഷി സ്വീകരിക്കാൻ പറ്റൂല. ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. നിങ്ങളുടെ മകനാണ് ഹസൻ, അതുകൊണ്ട് ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. അലി റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? എന്നാ നിങ്ങളെ ഞാൻ പിരിച്ചു വിട്ടു എന്നല്ല പറഞ്ഞത്. ആ ഖാദിയുടെ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോവുകയാണ്. പോകുന്ന സമയത്ത് യഹൂദിയെ വിളിച്ചല്ലേ, മജൂസിയെ വിളിച്ച് സ്വന്തം പടയങ്കി കയ്യിലാക്കിയിട്ട് എന്റേതാണെന്ന് അനധികൃതമായി വാദിക്കുന്ന ആ മുസ്ലിം സഹോദരനെ വിളിച്ചിട്ട് പറയുന്നു, ഓ മജൂസി, ഈ പടയങ്കി നീ എടുത്തോ. കാരണം എന്റെ മകനും എന്റെ അടിമയുമല്ലാതെ എനിക്ക് വേറെ സാക്ഷിയില്ല. അത് നീ എടുത്തോ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വഭാവം നോക്ക് നിങ്ങൾ. നമ്മളാണെങ്കിലോ, എടാ നമുക്ക് നീ അത് കൊണ്ടുപോയിട്ട് നശിച്ചോ എന്നാ പറയാ, അല്ലേ? അങ്ങനെയല്ല പറയാം. നീ എടുത്തോ, പൊരുത്തപ്പെട്ട് കൊടുത്തേച്ചില്ലേ, പൊരുത്തപ്പെട്ട് കൊടുത്ത് ഏതായാലും കൊണ്ടുപോകണം. പിന്നെ പൊരുത്തപ്പെട്ട് വാങ്ങിച്ചോട്ടെ, അയാൾ പൊരുത്തപ്പെട്ട് കിട്ടിക്കോട്ടെ, അത് നീ എടുത്തോ. പൊരുത്തപ്പെട്ടത് കൊടുത്തു അലി താലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ മജൂസി അലി റളിയല്ലാഹു അൻഹു പിടിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ പോകല്ല, എന്തേ ഇത് നിങ്ങളതാണ് എന്നതിന് നിങ്ങളെ മകനല്ലാത്ത വേറൊരു സാക്ഷി ഉണ്ട്. ഇത് നിങ്ങളതാണ് എന്നതിന് വേറൊരു സാക്ഷി ഉണ്ട്. അതാരാന്ന്? അത് ഞാൻ തന്നെയാണ്. എനിക്കറിയാം നിങ്ങളാണ്. നിങ്ങളോട് രാത്രി വീണ് പോയപ്പോ ഞാൻ എടുത്തല്ലേ, എനിക്കറിയാം നിങ്ങളതാണ്. അതുകൊണ്ട് ഞാൻ സാക്ഷി പറയുമ്പോൾ നിങ്ങളതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സ്വഭാവം, ഇസ്ലാമിന്റെ ഈ നീതി, ഇസ്ലാമിന്റെ ഈ സമത്വം, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിമിനും അമുസ്ലിമിനും നീതിയാണ്. അവിടെ ഭരണാധികാരിയാണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്നോ അതേ മകളുടെ മകനാണെന്നോ സ്വർഗാവകാശിയാണെന്നോ നോക്കാതെ നിയമമായി നടപ്പാക്കുകയാണ് ഇസ്ലാമിന്റെ കോടതി. ആ നിയമം ആ നിലയ്ക്ക് നീതി നടപ്പാക്കുന്നത് കണ്ടപ്പോ ഈ മജൂസി പറയുകയാണ്, നിങ്ങളതാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്, ഇത് നിങ്ങളുടേതാണ്. ഇത്രയും നന്നായി നീതി നടപ്പാക്കുന്ന നിങ്ങളെ ഈ പ്രസ്ഥാനത്തിൽ ഞാനും ഒരു മെമ്പറായി ചേരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുസ്ലിം സഹോദരൻ മുസ്ലിമാകുന്നു. ഇങ്ങനെയായി ഇസ്ലാം പ്രചരിപ്പിച്ചു. പലരുടെയും ധാരണ എന്താ? ഇസ്ലാമിക പ്രബോധനം പറഞ്ഞാൽ സ്റ്റേജ് മുക്കേറുക ഗീബത്ത് പറയാ, സ്റ്റേജ് മുക്കേറുക കുറ്റം പറയാ, സ്റ്റേജ് മുക്കേറുക ചീത്ത പറയാ. എന്താ ഇസ്ലാമിക പ്രബോധനം? അങ്ങനെയാണോ മുൻഗാമികളായ ആളുകൾ ഇസ്ലാം പ്രചരിപ്പിച്ചത്? മുൻഗാമികൾ ഇസ്ലാം പ്രചരിപ്പിച്ചത് തഖ്വയിലൂടെയാണ്, നീതിയിലൂടെയാണ്, സത്യത്തിലൂടെയാണ്. അവരെ കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടത്. മഹാനായ അഗ്നിമാരി മുസ്ലിയാരുടെ സ്വഭാവവും അവിടുത്തെ ധർമ്മവും അവിടുത്തെ പണം ചെലവഴിക്കലും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ മഹത്തായ ഇൽമും ആ ഇൽമനുസരിച്ചുള്ള ജീവിതവുമല്ലേ നിങ്ങളെ പ്രദേശത്തുള്ള ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്. അങ്ങനെയല്ലേ ഓരോ പ്രദേശത്തും അതാത് രാജ്യത്തുള്ള ആലിമീങ്ങളുടെ മഹത്വമല്ലേ ഈമാൻ വിതരണം ചെയ്തത്. അവര് പ്രസംഗിക്കണമെന്നില്ല, അവരതാ എഴുതണമെന്നില്ല. അവരെഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് അവരുടെ തഖ്വയാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ സത്യത്തിന്റെ പ്രബോധനം. ഇരിക്കട്ടെ, ആ മജൂസി ഇസ്ലാം മതം സ്വീകരിച്ചുപോയി. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, എന്നാൽ പടയങ്കി നേരത്തെ തന്നെ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുക എന്നത് വളരെ മോശമായ ഒരു ഏർപ്പാടാണ്. കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്നവരെ സംബന്ധിച്ച് അതാ ഛർദ്ദിച്ചത് നക്കിത്തുന്നുന്ന നായയെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്നത് ശരിയല്ല. പക്ഷേ ബാപ്പ മക്കൾക്ക് കൊടുത്താൽ, ഉമ്മ മക്കൾക്ക് കൊടുത്താൽ അവർക്കത് തിരിച്ചു വാങ്ങുന്നതിന് വിരോധം ഇല്ല. മറ്റുള്ളവർക്ക് വല്ലവരും കൊടുത്താൽ അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നല്ലേ നിയമം. നേരത്തെ തന്നെ പടയങ്കി കൊടുത്തു കഴിഞ്ഞതാണല്ലോ. എന്ന് പറഞ്ഞു, ആ പടയങ്കിയുടെ കൂടെ ഞാൻ നിനക്കൊരു കുതിരയെയും കൂടി സംഭാവന തരുന്നു. അബീ താലിബ് തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഹിദായത്തായ സന്തോഷമാണ്. സുഹൃത്തുക്കളെ, എന്റേത് കട്ടവനാണെങ്കിലും, എന്നെ കല്ലെറിഞ്ഞവനാണെങ്കിലും, എന്നെ ചീത്ത പറഞ്ഞവനാണെങ്കിലും, എന്നെ എന്ത് ചെയ്തവനാണെങ്കിലും അവനൊന്ന് നന്നായി കാണുക എന്ന സ്ഥലത്താണ് എന്റെ സന്തോഷം, അവിടെയാണ് എന്റെ മനസ്സിന്റെ സമാധാനം. അങ്ങനെയാണ് അബീ താലിബിന്റെ ചിന്ത. ഈ ചിന്തയാണ് നമുക്ക് വളർന്നു വരേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകൾ നന്നാകണം. അതിനു വേണ്ടിയാകണം നമ്മുടെ പ്രഭാഷണങ്ങൾ, അതിനു വേണ്ടിയാണ് നമ്മുടെ ദഅവാ കോളേജ്, അതിനു വേണ്ടിയാണ് നമ്മുടെ മദ്രസ, അതിനു വേണ്ടിയാണ് SYS, അതിനു വേണ്ടിയാണ് SSF, അതിനു വേണ്ടിയാണ് നമ്മുടെ സംഘടനകൾ. അങ്ങനെ നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളുടെ പുരോഗതിക്ക് വേണ്ടി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം വളരെ പെട്ടെന്ന് നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹുവേ, നിങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. അമറനി റബ്ബി ബിതിസ് 9 കാര്യരഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. സ്വന്തം ഭാര്യ അറിയുമെങ്കിൽ ചെയ്യാത്ത ചില തെറ്റുകൾ രഹസ്യമായി ചെയ്തു പോയവരില്ലേ? സ്വന്തം മക്കൾ അറിയുമെങ്കിൽ ധൈര്യപ്പെടാത്ത തെറ്റുകൾ ചെയ്തു പോയ രക്ഷിതാക്കളില്ലേ? സ്വന്തം ബാപ്പയോ ഉമ്മയോ നേതാവോ അനിയനിയോ അറിയുമെങ്കിൽ ചെയ്യാത്ത തെറ്റുകൾ അല്ലാഹു കാണുന്നു എന്ന ബോധമില്ല. അവന്റെ മലക്കുകൾ കാടാക്കുന്നു എന്ന ബോധമില്ല. ചെയ്ത് പോയവരില്ലേ? പടച്ചറപ്പേ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഏടുകളിൽ തെറ്റുകുറ്റങ്ങൾ നീ കളയണേ അല്ലാഹ്. സംതൃപ്തിയുള്ള സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തും പറയുന്ന വാചകം നീതിയുടെ വാചകമാകണം. മൂന്നാമത്തെ കൽപ്പന മാത്രമാ ചെലവഴി ബുദ്ധിമുണ്ട്. ദർസിലോതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, അല്ലാഹു നിങ്ങൾക്കും നമുക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും നാഫിഹായ ഏറ്റിത്തരട്ടെ. എന്റെ വന്നിരുന്ന ചിലപ്പോൾ 6:30 മണിക്ക് ഉസ്താദ് ബൾബ് ഓഫാക്കും. എന്റെ കാരണം ഒരു വിധം നോക്കിയാൽ കാണുന്ന സമയത്ത് പള്ളിയുടെ ബൾബ് കത്തിച്ച് കരണ്ട് ചെലവഴിക്കാൻ പാടില്ല. ഉസ്താദ് കുളിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു
വെള്ളമാണ്. നമ്മൾ ആകാശം വെറുതെ ചെലവുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും അതാ മിതത്വം പാലിക്കണമെന്നത് റബ്ബിന്റെ കൽപ്പനയാണ്. ഇതോടുകൂടെ തന്നെ പറയട്ടെ, 9 കൽപ്പനകളിൽ 4-ാമത് 5-ാമത് 6-ാമത് അസുലമം ഹറമനി എന്നോട് ബന്ധം ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കണം. എന്നോട് കല്യാണം പറയാത്തവനോട് എന്റെ കല്യാണം ഞാൻ ഹജ്ജിന് ഇപ്പോൾ പറയണം. അങ്ങനെ തുടങ്ങി ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാരും അല്പസമയം ക്ഷമിക്കുക. പ്രിയപ്പെട്ട അബു ഷഫി ഇപ്പൊ തന്നെ ലൈവില് തിരിച്ചെത്തും. അല്ലാതെ സംസാരിക്കരുത്. അതേ എന്റെ നോട്ടമെല്ലാം പാഠമായിരിക്കണം. ഞാൻ മിണ്ടാതിരുന്നാൽ അത് നല്ലത് ചിന്തിക്കലാകണം, മൗനം ചിന്തയാകണം, വചനം ദിക്റാകണം, നോട്ടം പാഠമാകണം. വഅമുറ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കണം, ചീത്ത കാര്യം വിരോധിക്കണം. ഇതൊക്കെ എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തട്ടെ. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, 5 നേരം കൃത്യമായി നിസ്കരിക്കണം. നോമ്പെടുക്കേണ്ട സമയത്ത് നോമ്പെടുക്കണം. ഖളാഉള്ള നോമ്പ് ഖളാഉ വീട്ടണം. കൊടുക്കേണ്ടവർ സകാത്ത് കൊടുത്ത് വീട്ടണം. കഴിയുന്നവർ ഹജ്ജ് പോയി ചെയ്യണം, ഉംറ ചെയ്യണം, സിയാറത്ത് ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, അതേ നാട്ടിലെ കാരണവന്മാരെ ആദരിക്കണം, കുടുംബങ്ങളോട് ആദരവും സ്നേഹവും വേണം. ആത്തിദൽ ഉറുമാഹത്തഹു, കുടുംബത്തിന് അവകാശം വകവെച്ചു കൊടുക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. മിനിഞ്ഞാന്ന് ഞാൻ കടവത്തൂരിൽ വേദ പറയാണ്. അപ്പൊ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. സുബ്ഹാനല്ലാഹ്, കാറങ്ങോട്ട് കൊണ്ടുപോകാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. ഡ്രൈവർ വളരെ പേടിച്ചു കൊണ്ടുപോവാണ്. കാറ് ഉരസിപ്പോകുന്ന പേടിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങളെ വീട്ടിന്റെ ഈ കേറുന്നിടത്തൊരു മതിൽ കെട്ടിയിട്ട് ബന്ധാക്കിയത്? അദ്ദേഹം പറയാണ്, ആ സ്ഥലം എന്റേതാണ്, പക്ഷെ അയൽവാസി ഞാനില്ലാത്ത സമയത്ത് അവിടെ ഒരു മതിൽ കെട്ടിക്കളഞ്ഞു. ഞാൻ കോടതിയിൽ പോയിട്ട് കമ്മീഷൻ ഇങ്ങനെ വരുന്നുണ്ട്, കമ്മീഷൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയും പൊളിച്ചു കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരയൽവാസിക്ക് സുഖകരമായി വാഹനം കൊണ്ടുപോകാനുള്ള സൗകര്യം അടുത്ത അയൽവാസി ചെയ്തു കൊടുക്കേണ്ടതല്ലേ? വേണമെങ്കിൽ പൈസ വാങ്ങിയിട്ടാകാം, വെറുതെ ആകണ്ട, എന്നാലും സൗകര്യം ചെയ്തു കൊടുക്കൽ കടപ്പാടല്ലേ? അയൽവാസികളോട് കടപ്പാടില്ലേ? കുടുംബത്തോട് കടപ്പാടില്ലേ? ഭാര്യമാരോട് കടപ്പാടില്ലേ? മക്കളോട് കടപ്പാടില്ലേ? ഇന്നെന്റെ സമീപത്ത് കൊണ്ടുവന്ന് ചെറിയ ചെറിയ മക്കളെ കൊണ്ടുവന്ന് മന്ത്രിപ്പിച്ചു പോയവരുണ്ട്, ദുആ ചെയ്യിപ്പിച്ചു പോയവരുണ്ട്, പഠിക്കാൻ വേണ്ടി മദ്രസയിൽ കൊണ്ടുപോയാക്കിയിട്ട് ഒന്നും പഠിക്കുന്നില്ല, ഒന്നും തിരിയുന്നില്ല എന്നൊക്കെ പല പ്രയാസവും പറഞ്ഞവരുണ്ട്. പടച്ച റബ്ബേ, നിങ്ങളെ മക്കൾക്കും അവരെ മക്കൾക്കും നീ ബുദ്ധി വർദ്ധിപ്പിക്കണേ അല്ലാഹ്, നാഫിയായ ഇൽമു കൊടുക്കണേ അല്ലാഹ്.
അവരുടെയും ഞങ്ങളുടെയും മനസ്സ് നന്നാക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ മക്കളെ പഠിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതെ, നമ്മുടെ ഭാര്യമാരെ ദീനീ ചിട്ടയിൽ നടത്തൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ദീനീ ചിട്ടയിൽ നടക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്കതിനെ കുറിച്ച് ബോധം വേണം. അതുപോലെ നാട്ടിനോട് നമുക്ക് ബാധ്യതയുണ്ട്, കുടുംബത്തോട് ബാധ്യതയുണ്ട്, സമൂഹത്തോട് ബാധ്യതയുണ്ട്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇൽമിയുടെ നിലനിൽക്കണം. അത് അബ്ദുൽ ബാരി മുസ്ലിയാർ റളിയല്ലാഹു മർത്തദ മഹാനവറുകളുടെ വഫാത്തോടുകൂടെ നമ്മുടെ രാജ്യത്ത് ഇൽമി നിലച്ചു പോകാൻ പറ്റുമോ? അതുപോലെ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ അവരുടെ വഫാത്തോടെ ഇവിടെ ഇൽമി നിലച്ചു പോകാൻ പറ്റുമോ? ഇന്നുള്ള ആലിമീങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ ഫത്വ കൊടുക്കാൻ പറ്റുന്നൊരു പണ്ഡിതനില്ലാതെ ഇൽമി നിലച്ചു പോകാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ വരുന്ന തലമുറയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മുതഅല്ലിമീങ്ങളെ നന്നായി നിങ്ങൾ കിതാബ് ശ്രദ്ധിച്ച് ഓതി പഠിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ മുന്തിയ മറ്റൊന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കാലഘട്ടം പഴയകാലം പോലെയുമല്ല. ഒരു ഭാഗത്ത് യുക്തിവാദി, വേറൊരു ഭാഗത്ത് നിരീശ്വരവാദി, വേറൊരു ഭാഗത്ത് അതാ ബൈബിളാണ് സ്വീകരിക്കേണ്ടെന്ന് പ്രസംഗിക്കുന്ന മുസ്ലിം നാമധാരിയായ ക്രിസ്ത്യാനി മൗലവി, മറ്റൊരു ഭാഗത്ത് അള്ളാഹ്ക്ക് കയ്യും കാലമുണ്ടെന്ന് പറയുന്ന മുജാഹിദ് മൗലവി, അതിന്റെ ഇപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവി, അതിന്റെ ഇപ്പുറത്ത് അതാ തേജസ് പത്രത്തിൽ മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു നബിതങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ലേഖനങ്ങളിൽ ഇങ്ങനെ ഓരോ സംഘടനകളും ഓരോ കക്ഷികളും വന്ന് നബിതങ്ങളെ നിന്ദിക്കുന്ന കാലം സുബ്ഹാനല്ലാഹ്. ജനങ്ങളെ നിസ്കരിപ്പിക്കാനാണെന്നും പറഞ്ഞ് നടന്നിട്ട് തബ്ലീഗ് ജമാഅത്തുകാരൻ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെ ജുമാ തലശ്ശേരിയിലെ സ്റ്റേഡിയം പള്ളിയിൽ പച്ചമലയാളത്തിൽ ഖുതുബ ഓതിയിട്ട് ജുമാ ബാത്തിലാക്കുന്ന രംഗം. അങ്ങനെ ജനങ്ങളെ നിസ്കരിപ്പിക്കുന്നു എന്ന വാദം ഉന്നയിച്ച് ജനങ്ങളെ ജുമാ ബാത്തിലാക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാരൻ, അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചുകൊണ്ട് എഴുതുകയും പറയുന്ന ജമാഅത്തുകാരൻ, അതുപോലെ തന്നെ അല്ലാഹുവിന് കയ്യും കാലമുണ്ടെന്നും അവൻ കസേരയിൽ ഇരിക്കുന്നുവെന്നും വാദിക്കുന്ന മുജാഹിദ്, സുബ്ഹാനല്ലാഹ്, എത്ര കഷ്ടമായി പൊട്ടിപ്പിളർന്നാലും സുബ്ഹാനല്ലാഹ് അവരെ പിഴച്ച വാദത്തിൽ തന്നെയല്ലേ അവരുറച്ചു നീക്കുന്നത്. അത്തരം കക്ഷികളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഹിക്മത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് കഴിയുന്ന കേൾപ്പുറ്റ പണ്ഡിതന്മാർ വളർന്നു വരേണ്ടതുണ്ട്. അതിന്റെ പുറമേ സുബ്ഹാനല്ലാഹ് കള്ളുകൂടിയന്മാർ വർദ്ധിക്കുകയാണ്, വ്യഭിചാരികൾ വർദ്ധിക്കുകയാണ്, ആണും പെണ്ണും ഇടകലർന്ന് ഓടുകയാണ്, ചാടുകയാണ്, തുള്ളുകയാണ്. സുബ്ഹാനല്ലാഹ് മഗ്രിബിന്റെ ശേഷം യാസീനൂരിയ വീടുകളിലൊക്കെ അതാ സിനിമ സീരിയലുകൾ നോക്കി സമയം കളയുകയാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നശിച്ചിങ്ങനെ പോവുകയാണ്. ആത്മീയ പരിപാടികൾ തന്നെ പലപ്പോഴും ബിസിനസിന്റെ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കുകയാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഒരു നാട്ടിലെ ജനങ്ങൾ ഭിന്നിച്ചാലും ഭിന്നിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല, എന്റെ കാര്യം നടക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന വിധത്തിൽ പലപ്പോഴും ആത്മീയ ചിന്തകൾ നടത്തേണ്ടവർ പോലും അതപ്പതിച്ചു പോവുകയാണ്. അതേ, ഈ കാലഘട്ടത്തിൽ തഖ്വയോടെ ജീവിക്കുന്ന പണ്ഡിതന്മാര് വേണം, തഖ്വയിലായി ഉമ്മത്തിനെ നയിക്കുന്നവര് വേണം. അതിന് മുതഅല്ലിമീങ്ങളെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി നിങ്ങൾ അധ്വാനിച്ച് പഠിച്ച് വളരണേ. അത്തരം മുതഅല്ലിമീങ്ങളെ വളർത്തുന്ന സ്ഥാപനങ്ങളെ ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ പരിപോഷിപ്പിക്കണേ, നിങ്ങൾ സഹായിക്കണേ. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന SYS ശക്തിപ്പെടുത്തണം, SSF ശക്തിപ്പെടുത്തണം. നമ്മുടെ സിറാജ് ദിനപത്രവും നമ്മുടെ സുന്നി വോയിസും ദിശാലയുമൊക്കെ നമ്മൾ പ്രചരിപ്പിക്കണം. അതേസമയത്ത് സുന്നികളുടെ മനസ്സിൽ സംശയമുണ്ടാക്കാൻ വേണ്ടി ഏത് ഫിത്നക്കാർ ഏത് പേരിൽ എന്തിറക്കുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കാനുള്ള ചങ്കൂറ്റവും നെഞ്ഞൂക്കും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർക്കുണ്ടാകണം. അങ്ങനെ സുന്നത്ത് ജമാഅത്ത്
ജമാഅത്ത് അത് ഫിത്നയായി പോകാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തഖ്വയോടെ പ്രവർത്തിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രവർത്തനം നിർത്തട്ടെ. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരിൽ പ്രഗൽഭനല്ലേ മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, മഹാനവറുകളുടെ ഗുരുവര്യരല്ലേ അതേ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, അവരെ ഗുരുവര്യരല്ലേ വളപ്പിൽ അസംകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ. ആ മഹാനെന്നെ ബദ്ർ മൗലിദ് രചിച്ചത്. ആ ബദ്ർ മൗലിദിലെ തവസ്സുൽ ബൈത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. കൊടുക്കുന്ന രാജാവൊന്നേ ഉള്ളൂ, തടയാൻ അധികാരമുള്ളവനൊന്നേ ഉള്ളൂ. ആ രാജാവിന്റെ മേൽ തവക്കുലാക്കി നമ്മുടെ മുൻഗാമികളായിൽപ്പെട്ട മഹാന്മാർ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. തവസ്സൽനാ ബിസ്മില്ലാഹ്, പടച്ചവന്റെ പേര് മുൻനിർത്തി ഞങ്ങളിതാ റബ്ബിനോട് ചോദിക്കുന്നു. അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് അവന്റെ പേര് മുൻനിർത്തുന്നത്. കാരണം അള്ളാന്റെ പേരിന്റെ ബഹുമാനം, അള്ളാന്റെ അസ്മാഇന്റെ ബഹുമാനം, അതുണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ. ഉപരിമണ്ഡലത്തിലുള്ള ഏത് നക്ഷത്രങ്ങളാകട്ടെ, ഏത് വസ്തുക്കളാകട്ടെ, ഭൂമിയിലുള്ള ഏത് പാമ്പോ തേളോ, ഏത് പിഴച്ചവനോ പിഴപ്പിക്കുന്നവനോ, വിഷമോ വിഷമല്ലാത്തതോ, രോഗമോ രോഗത്തിന്റെ രോഗാണുവോ, ബാക്ടീരിയയോ എന്താകട്ടെ, എല്ലാ ശർറിൽ നിന്നും അള്ളാന്റെ പേര് കൊണ്ട് കാക്കാൻ കഴിയുന്നു. അള്ളാന്റെ പേരിന്റെ മഹത്വമുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു. ഇരിക്കട്ടെ, തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ്. സർവ നന്മയുടെ നിമിത്തമല്ലേ അൽ ഹാദി റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു. വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്, പടച്ചവന്റെ പൊരുത്തം കരുതി അധ്വാനിക്കുന്ന മുഴുവൻ അധ്വാനികളുടെയും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പേര് പത്രത്തിൽ വരാനല്ല, സ്വാഗതം കേൾക്കാനല്ല, നന്ദി പറയാനല്ല, നോട്ടീസിൽ പേര് കാണാനല്ല, കയ്യടി വാങ്ങാനല്ല, മറ്റുള്ളവർ വന്ന് കൈപിടിച്ച് ചുംബിക്കാനല്ല, കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനല്ല, സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, കാര്യലാഭത്തിന് വേണ്ടിയല്ല, എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി. അങ്ങനെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ, അങ്ങനെ അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ, അവരതാ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട അക്കാഡമിക്ക് വേണ്ടിയാകട്ടെ, മർക്കസിന് വേണ്ടിയാകട്ടെ, മഅദിനിന് വേണ്ടിയാകട്ടെ, സഅദിയക്കോ മഖറിനോ മജ്മഇനോ സിറാജുൽ ഹുദക്കോ എന്തിനു വേണ്ടിയാകട്ടെ, അതേ അല്ലാഹുവിന് വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനകർ, SSF SYS-ൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പഞ്ചായത്ത് മെമ്പറാകാനല്ല, MLA ആകാനല്ല, മന്ത്രിയാകാനല്ല, MP ആകാനല്ല. MP ആകുന്നവരാര്, മന്ത്രിയാകുന്നവരാര്, സ്ഥാനാർത്ഥിയാകുന്നവരാര്, ആരെ തോപ്പിക്കാനാ തീരുമാനമെടുക്കേണ്ടത്, അതും ചിന്തിച്ച് നടക്കുന്നവരല്ല. പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അതിന്റെ കാര്യലാഭവും സ്ഥാനവുമില്ല. എല്ലാം ബദരീങ്ങളല്ലേ അവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ളത്. അവരെയും മുൻനിർത്തി ചോദിക്കുന്നു, അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നീ തരണേ അല്ലാഹ്. നീ ഞങ്ങളെ ദുആക്കുത്തരം തരുന്നത് നീ മടക്കിയാൽ ഫമന്നാതി ലിനൈലി ജമീ ഹാജാതി
أيا جهل الملمات يهل البدير يا الله നീ ഞങ്ങളെ ദുആക്കുത്തരം തരാതെ നീ ഞങ്ങളെ തിരിച്ചയച്ചാൽ ഞങ്ങൾക്ക് പോയി മുട്ടാൻ വേറെ ഒരു വാതിലില്ല, തരാൻ വേറെ ഒരു രാജാവില്ല. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിനെ സ്നേഹിച്ചു ജീവിക്കൂ ചെറുപ്പക്കാരെ, ആ അല്ലാഹുവിൽ അർപ്പിച്ചു ജീവിക്കൂ കാരണവന്മാരെ, ആ അല്ലാഹുവിന് ജീവിതം സമർപ്പിക്കൂ മുതഅല്ലിമീങ്ങളെ, ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കൂ മുസ്ലിമീങ്ങളെ. അവിടെയാണ് സർവ്വ വിജയങ്ങളും കേട്ടോ, അവിടെയാണ് ഈമാൻ കേട്ടോ. അതേ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവൻ ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ തന്നെ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അവരെ ഏൽപ്പിക്കുന്നത് അല്ലാഹുവിനെ തന്നെ. ആര് നിങ്ങളെ അനുകൂലിച്ചാലും ആര് നിങ്ങളെ പ്രതികൂലിച്ചാലും ആര് തിരിഞ്ഞു നിന്നാലും ആര് ഫിത്നയും ഫസാദും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 7 പ്രാവശ്യം ചൊല്ലുന്ന സുന്നത്തുള്ള ദിക്റാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, ഞാൻ അവന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരെല്ലാ അധികാരത്തിന്റെയും റബ്ബാണ്, വലിയ അർശിന്റെയും റബ്ബാണ് അല്ലാഹ്. സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്താണത്, സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്താണത്. ആ ആയത്തും അതിന് നേരെ മുമ്പത്തെ ആയത്താണ് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അൻതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഞാൻ ഇന്ന് പകൽ ചൊവ്വാഴ്ചയായതുകൊണ്ട് സിറാജുൽ പലരും നേർച്ചകളും സംഭാവനകളുമായി വന്നവരുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു ഈ കുട്ടി 13 വയസ്സോ മറ്റോ ആയി, ഇപ്പോഴും പായിൽ മൂത്രമൊഴിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു ഈ ആയത്ത്. അഊദു ഓതിയിട്ട് ഈ 2 ആയത്ത് ഓതി നെഞ്ഞത്തൂത, പിന്നീട് ഫൈൻ തവല്ലൂ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അത് 6 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ഞത്തൂത എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് വലിയ ഫലം കിട്ടിയതായി പലരും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് ഫലം കൊടുക്കുന്നവൻ, നമ്മളല്ല. അള്ളാഹു തആല എല്ലാവർക്കും ഫലം നൽകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ വന്നിട്ടുണ്ട്. തങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലേ